മക്കളെ ഏക് ദോ തീൻ എന്ന ചാപ്റ്റർ നമ്മൾ എടുത്തതാണല്ലേ. അതായത് ജലമുർഗികൾ, കുളക്കോഴികളും അതിൻ്റെ കുഞ്ഞുങ്ങളും അല്ലേ. കുട്ടി പറയാണ് ഈ കുളക്കോഴികൾക്ക് എണ്ണാൻ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ കഥ എടുത്തതാണ്. അതിലെ ആക്ടിവിറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റി ചിത്ര കെ നീച്ചെ ഉചിത് വാക്യ ജോഡേ. എന്താണ്? ചിത്ര കെ നീച്ചെ ഉചിത് വാക്യ ജോഡേ. ചിത്രത്തിന് താഴെ ഉചിതമായിട്ടുള്ള സെന്റൻസ് ചേർത്ത് എഴുതാനാണ് പറഞ്ഞത്. അതായത് ഈ ചിത്രത്തിന് അതിൻ്റെതായ സെന്റൻസ് എഴുതാം. അതുപോലെ തന്നെ ഇതാ ഓരോ പിക്ചറിന്റെയും അടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ആ പിക്ചറിന് ഇവിടെ ഏത് സെന്റൻസ് ആണോ കറക്റ്റ് ആയിട്ടുള്ളത് അത് എഴുതാം. അപ്പൊ ഇതെന്താണ്? താലാബാണ് അല്ലേ. താലാബിന്റെ അടുത്ത് ആരാണുള്ളത്? ഒരു ജലമുർഗി ഉണ്ട്. അപ്പൊ അതാണ് സെന്റൻസ്. താലാബ് കെ കിനാരെ ഏക് ജലമുർഗി ഹെ. എന്താണ്? താലാബ് കെ കിനാരെ ഏക് ജലമുർഗി ഹെ. ഇതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ നമുക്ക് നോക്കാം. കണ്ടോ, ഇതാണ് അതിന്റെ ആൻസർ. താലാബ് കെ കിനാരെ ഏക് ജലമുർഗി ഹെ. താലാബ് കെ കിനാരെ ഏക് ജലമുർഗി ഹെ. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ ആയി. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇത് ഗർ ആണ് അല്ലേ. അപ്പൊ ഇവിടെ എന്താണ്? ഗറിന്റെ അടുത്ത് എന്താണ് നമ്മൾ കാണുന്നത്? ഒരു ബില്ലി ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഗർ കെ സാമനെ ഏക് ബിലൗട്ടാ ഹെ. ഗർ കെ സാമനെ ഏക് ബിലൗട്ടാ ഹെ. ഇതാണ് അതിന്റെ സെന്റൻസ് ആയിട്ട് വരിക. അപ്പൊ ഇവിടെ നോക്കാം. ഗർ കെ സാമനെ ഏക് ബിലൗട്ടാ ഹെ. കണ്ടാ? ഗർ കെ സാമനെ ഏക് ബിലൗട്ടാ ഹെ. ഇനി അടുത്തത് നോക്കാം. പേടാണ് അല്ലേ. പേട് കെ നീച്ചെ ആരാണ്? പേട് കെ നീച്ചെ ഏക് ലഡ്കാ ഹെ. മരത്തിന് താഴെ ഒരു ആൺകുട്ടി ഉണ്ട്. പേട് കെ നീച്ചെ ഏക് ലഡ്കാ ഹെ. അപ്പൊ നമുക്ക് അതിന്റെ സെന്റൻസ് നോക്കാം. പേട് കെ നീച്ചെ, കണ്ടാ? പേട് കെ നീച്ചെ ഏക് ലഡ്കാ ഹെ. പേട് കെ നീച്ചെ ഇവിടെ തന്നെ പോയിട്ടുണ്ട്. അത് ഇവിടെ നോക്കിയിട്ട് നിങ്ങൾ എഴുതാം. പേട് കെ നീച്ചെ, കണ്ടാ? പേട് കെ നീച്ചെ കാണുന്നില്ല എല്ലാരും? ഇതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. പേട് കെ നീച്ചെ ഏക് ലഡ്കാ ഹെ. ഓക്കെ, മൂന്നാമത്തെ ഇവിടെ അതാണ് പേടിന്റെ ഇവിടെ വരുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. സഹി വാക്യ ചുനെ ഡയറിയിലേക്ക്. ഡയറി എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ താഴെ അതിന്റെ സെന്റൻസ് തന്നിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കിയിട്ട് എന്ത് ചെയ്യണം? ഡയറി എഴുതണം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് വായിക്കാം. ഇത് ഓർഡർ ആക്കിയിട്ടല്ല തന്നത്, ഡിസോർഡർ ആണ്. അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർഡർ ആക്കണം. അപ്പൊ നമുക്ക് നോക്കാം. ആജ് ജലമുർഗി കെ ചൂസേ മേരെ ഘർ മേ ഘുസ് ആയേ. ഇന്ന് ജലമുർഗി കുഞ്ഞുങ്ങൾ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു. അതന്നെയാണ് ഒന്നാമതായി വരിക അല്ലേ. പിന്നെ ജലമുർഗിയോ ഷോർ മച്ചാരഹി ദി. കുളക്കോഴികൾ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. അതായത് അവരവിടെ നിന്ന് കരയാൻ തുടങ്ങിയില്ലേ, അതാണ്. അതല്ലല്ലോ രണ്ടാമത് വരുന്നത്. രണ്ടാമത് വരുന്നത് ഏതാണ്? ബിലൗട്ടേ സേ ഡർക്കർ ചൂസേ ഘർ കെ അന്തർ ഘുസ് ആയേ. എന്താണ്? ബിലൗട്ടെ. ബിലൗട്ടെ പറഞ്ഞാല് പൂച്ചക്കുഞ്ഞിനെ പേടിച്ചിട്ടാണ് അവര് വീടിനുള്ളിലേക്ക് കയറി വന്നത്. മൂന്നാമത്തത് എന്താണ്? ജൽമുർഗിയ ഷൂർ മച്ചാരഹി ദി. കുളക്കോഴികൾ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. അവരങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. കരയാണ് അവരെ കുഞ്ഞുങ്ങളെ കാണാഞ്ഞിട്ട് അല്ലേ. ഇനി നാലാമത്തത് മേനെ ചൂസോങ്കോ പക്കഡ്കർ ജൽമുർഗിയോങ്കോ ദേ ദിയ. ഞാൻ ആ കുളക്കോഴി കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചിട്ട് ജലമുർഗികൾക്ക് നൽകി. ആ കുളക്കോഴികൾക്ക് നൽകി. കുളക്കോഴി കുഞ്ഞുങ്ങളെ പിടിച്ചിട്ട് ആർക്ക് നൽകി? ആ കുളക്കോഴികൾക്ക്, ആ കുളക്കോഴി കുഞ്ഞുങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും നൽകിയെന്നല്ലേ. ഇനി അഞ്ചാമത്തെ ജൽമുർഗിയോങ്കോ ബി ഗിനത്തി ആത്തി ഹേ. ആ കുളക്കോഴികൾക്കും എന്തറിയാം? ഗിനത്തി ആത്തി ഹേ. ആ എണ്ണാനറിയാം. ജൽമുർഗിയ നദിക്ക് തരഫ് ദൗഡ് ഗയി. കുളക്കോഴികൾ നദിക്ക് നേരെ ഓടിപ്പോയി. ജലമുർഗികൾ, കുളക്കോഴികൾ നദിക്ക് നേരെ ഓടിപ്പോയി. 6 എങ്ങനെയാണ് വരുന്നത്? അത് ഇനി നേരെ നിങ്ങൾക്ക് എഴുതിയത് വേണമെന്നുണ്ടെങ്കിൽ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഡയറി. കണ്ടോ? ഫെബ്രുവരി 14 സോമവാർ. അങ്ങനെ ഡയറിക്ക് നിങ്ങൾ എഴുതുക. അതായത് ഡയറി എഴുതുമ്പോൾ ദിവസവും ഡേറ്റും വേണം. അത് രണ്ടും എഴുതി. അതിനുശേഷം ആജ് ജൽമുർഗി കെ ചൂസേ മേരെ ഘർ മേ ഘുസ് ആയേ. കണ്ടോ? ആജ് ജൽമുർഗി കെ ചൂസേ മേരെ ഘർ മേ ഘുസ് ആയേ. ഇന്ന് ജലമുർഗി കുഞ്ഞുങ്ങൾ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു. ബിലൗട്ടേ സേ ഡർക്കർ ചൂസേ ഘർ കെ അന്തർ ഘുസ് ആയേ. ആ പൂച്ചക്കുഞ്ഞിനെ പേടിച്ചിട്ടാണ് അവരെന്റെ വീട്ടിലേക്ക് കയറി വന്നത്. ജൽമുർഗിയ ഷോർ മച്ചാരഹി ദി. ജൽമുർഗികൾ ബഹളമുണ്ടാക്കുന്നുണ്ടായിരുന്നു. മേനെ ചൂസോങ്കോ പക്കഡ്കർ ജൽമുർഗിയോങ്കോ ദേ ദിയ. ഞാൻ കുഞ്ഞുങ്ങളെയെല്ലാം പിടിച്ചിട്ട് ജലമുർഗികൾക്ക് നൽകി.
ജൽമുർഗിയോ കോ ഭി ഗിനത്തി ആത്തി ഹെ. ജൽമുർഗികൾക്കും എണ്ണാൻ അറിയാം. ജൽമുർഗിയ നദിക്ക് തരഫ് ദൗഡ് ഗയി. ജൽമുർഗികള് നദിക്ക് നേരെ ഓടിപ്പോയി. ഇതാണ് നമ്മുടെ ഡയറി. നിങ്ങൾക്ക് അവിടെ സെന്റൻസ് തന്നത് ഓർഡർ ആക്കിയിട്ട് എഴുതിയതാണ്. ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇതുപോലെ നോട്ടിലേക്ക് എഴുതിയെടുക്കുക. ഡേറ്റ് ഉണ്ട്, പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും പോയിന്റ് ആയിട്ട് വ്യക്തമായിട്ട് തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. കണ്ട, 1 2 3 4 5 6 പോയിന്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങൾ അപ്പുറത്ത് നമ്പർ ഇട്ടതിനനുസരിച്ച് എഴുതാൻ പ്രയാസം ഉണ്ടെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ എഴുതിയത്. നിങ്ങൾ നോക്കിയിട്ട് എഴുതിയെടുക്കുക. ഓക്കെ, ഇനി അടുത്ത വർക്കാണ് ചിത്ര കഹാനിക്ക് പൂർത്തി കരേം. എന്താണ്? നല്ലൊരു ചിത്രകഥ ഉണ്ട് ഇവിടെ. കണ്ടോ, നല്ല ചിത്രകഥയാണ്. ഈ ചിത്രകഥ എന്ത് ചെയ്യണം? നിങ്ങൾ എഴുതണം. നിങ്ങളാണ് ഇതിനുള്ള സെന്റൻസുകൾ എഴുതേണ്ടത്. അതിന്റെ സെന്റൻസുകളൊന്നും എവിടെയും തന്നിട്ടില്ല. ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എവിടെയും തന്നിട്ടില്ല. ഇതെന്താണെന്ന് നിങ്ങൾ ഈ ചിത്രം നോക്കിയിട്ട് അതിനെ ഹിന്ദിയിലേക്ക് സെന്റൻസ് എഴുതുകയാണ് വേണ്ടത്. ചിത്ര കഹാനിക്ക് പൂർത്തീകരെ. ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. മേരെ ഘർ മേ ഏക് ബില്ലി ഹെ. എൻ്റെ വീട്ടിലൊരു പൂച്ചയുണ്ട്. ഉസ്കാ നാം, അതിന്റെ പേര്. ആ പൂച്ചയ്ക്ക് ഒരു പേരിടണം നിങ്ങള്. പൂച്ചയ്ക്ക് നിങ്ങളൊരു പേരിടാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം. ഞാനിവിടെ ഒരു പേര് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഞാൻ കൊടുത്ത പേരെന്താണെന്ന് നോക്കാം. ഇവിടെ സോറി, കൊടുത്ത പേരാണ് മിട്ടു. എന്താണ്? ഉസ്കാന മിട്ടു. ഞാനിവിടെ മിട്ടു എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിനെന്ത് ചെയ്യാം? നിങ്ങൾക്ക് അതിന് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. പൂച്ചയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. അപ്പൊ അവിടെ ഒരു പേര് കൊടുത്ത് ഇനി അടുത്തത് എന്താണ്? ഇവര് കളിക്കുകയാണ് അല്ലേ? ഈ കുട്ടിയും പൂച്ചയും കൂടെ കളിക്കല്ലത്. അപ്പൊ എന്താണ് അതിന്റെ സെന്റൻസ് വരിക? ഹം ഏക് സാത്ത് ഖേൽതേ ഥേ. ഞങ്ങൾ ഒന്നിച്ച് ഖേൽതേ, കളിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് കളിക്കാറുണ്ട്. ഇവര് കണ്ടോ, പൂച്ചയും ഈ കുട്ടിയും കൂടെ കളിക്കുകയാണ്. ഹം ഏക് സാത്ത് ഖേൽതേ ഥേ. ഞങ്ങൾ ഒന്നിച്ച് കളിക്കാറുണ്ടായിരുന്നു. ഇനി അടുത്തത് നോക്കാം. ഹം ഏക് സാത്ത് സോത്തേ ഥേ. ഞങ്ങൾ ഒന്നിച്ച് ഉറങ്ങാറുണ്ടായിരുന്നു. എങ്ങനെയാണ്? ഒന്നിച്ചാണ് ഉറങ്ങണത്. കണ്ടാ, ഒന്നിച്ചുറങ്ങാണ്. ഒരാൾ കട്ടിന്റെ മുകളിലുണ്ട്, മറ്റേ ആൾ കട്ടിന്റെ താഴെ കുട്ടിക്ക് കൂട്ടായിട്ട് കിടന്നുറങ്ങാണ് അല്ലേ? ഹം ഏക് സാത്ത് സോത്തേ ഥേ. ഞങ്ങൾ ഒന്നിച്ച് ഉറങ്ങുമായിരുന്നു. ഹം ഏക് സാത്ത് സോത്തേ ഥേ. ഞങ്ങൾ ഒന്നിച്ച് ഉറങ്ങുമായിരുന്നു. ഇനി അടുത്തത് നോക്കാം. ഇതെന്താണ് പിക്ചറിൽ കാണിക്കുന്നത്? കുളിക്കുകയാണ് അല്ലേ? ഈ കുട്ടി എന്താ ചെയ്യണത്? കുളത്തിൽ പോയിട്ട് കുളിക്കുകയാണ്. അപ്പൊ ആരാ അവിടെ നോക്കിയിരിക്കണേ? നമ്മളെ പൂച്ച അവിടെ നോക്കിയിരിക്കുകയാണ്, അരികിലിരിക്കുകയാണ് അല്ലേ? അപ്പൊ അതിന്റെ സെന്റൻസ് എന്താ? നഹാത്തെ സമയ് വഹ് മേരെ സാത്ത് ആത്താ ഥാ. നഹാത്തെ സമയ്, കുളിക്കുന്ന സമയത്ത്, വഹ് മേരെ സാത്ത് ആത്താ ഥാ, അത് എൻ്റെ കൂടെ വരുമായിരുന്നു. കുളിക്കാൻ പോകുമ്പോഴും ഈ പൂച്ച എന്ത് ചെയ്യും? എൻ്റെ കൂടെ വരുമായിരുന്നു. ഞാൻ കുളിക്കാൻ പോകുമ്പോഴും എൻ്റെ കൂടെ ഈ പൂച്ച വരുമായിരുന്നു. നഹാത്തെ സമയ് വഹ് മേരെ സാത്ത് ആത്താ ഥാ. നഹാത്തെ സമയ് വഹ് മേരെ സാത്ത് ആത്താ ഥാ. ഇനി അടുത്തത് നോക്കാം. ഹം ഏക് സാത്ത് ഗാത്തേ ഥേ. ഞങ്ങൾ ഒന്നിച്ചാണ് ഭക്ഷണം കഴിക്കുക. കണ്ടാ, ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമായിരുന്നു. ഹം ഏക് സാത്ത് ഗാത്തേ ഥേ. ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമായിരുന്നു. പൂച്ച അതൊരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കണേ, കുട്ടി അങ്ങേപ്പുറത്തിരുന്നിട്ട് ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കണേ. കണ്ടാ, അപ്പൊ എന്താണ്? ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമായിരുന്നു. ഹം ഏക് സാത്ത് ഗാത്തേ ഥേ. ഹം ഏക് സാത്ത് ഗാത്തേ ഥേ. ഇനി അടുത്തത് നോക്കാം. കുട്ടി എങ്ങോട്ടാ പോകുന്നത്? യൂണിഫോം ഒക്കെ ഇട്ട്, ബാഗൊക്കെ ഇട്ട് എങ്ങോട്ടാ പോണേ? സ്കൂളിലേക്ക് പോവാണ്. സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് കുട്ടി ടാറ്റ കൊടുക്കാണ് പൂച്ചക്ക് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. हम एक साथ खेलते थे കഴിഞ്ഞ് स्कूल जाते समय टाटा देता था. स्कूल जाते समय ടാറ്റ देता था. സ്കൂളിലേക്ക് പോകുമ്പോൾ ടാറ്റ കൊടുക്കുമായിരുന്നു. കണ്ടാ, കുട്ടി സ്കൂളിലേക്ക് പോവുക. സ്കൂളിലേക്ക് പോകുമ്പോൾ കുട്ടി പൂച്ചയ്ക്ക് ടാറ്റ കൊടുക്കണണ്ടാ. സ്കൂൾ ജാത്തേ സമയം, സ്കൂളിൽ പോകുന്ന സമയത്ത് ടാറ്റ ദേത്താ ഥാ, ടാറ്റ കൊടുക്കുമായിരുന്നു. സ്കൂൾ ജാത്തേ സമയം ടാറ്റ ദേത്താ ഥാ.
നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ എന്താണ് നിങ്ങൾ ടാറ്റ കൊടുക്കൂലേ? അമ്മയ്ക്കും അച്ഛനൊക്കെ ടാറ്റ കൊടുക്കും സ്കൂളിൽ പോകുന്ന സമയത്ത്. അതുപോലെ തന്നെ ഈ കുട്ടി ആർക്കാണ്? പൂച്ചയ്ക്ക്. അവൻ ഇഷ്ടപ്പെട്ട് വളർത്തുന്ന പൂച്ചയ്ക്ക് ടാറ്റ കൊടുത്തിട്ട് സ്കൂളിൽ പോവാണ്. സ്കൂൾ ജാത്തെ സമയ ടാറ്റ ദേത്താ. ഇനി അടുത്തത് എന്താണ്? പൂച്ചകൾ കളിക്കുകയാണ് അല്ലേ? നമുക്ക് നോക്കാം. അന്യ ബില്ലിയോं के साथ खेलता था. എന്താണ്? അന്യ ബില്ലിയോं के साथ, മറ്റു പൂച്ചകളോടൊപ്പം കളിക്കുമായിരുന്നു. കണ്ടോ? മറ്റു 2 പൂച്ചകളുണ്ട്. അതിന്റെ കൂടെയാണ് നമ്മുടെ ഈ കുട്ടി വളർത്തുന്ന മിട്ടു എന്ന പൂച്ച കളിക്കുകയാണ്. ഞാൻ നൽകിയ പേരാണ് മിട്ടു. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളും അതിന് പേര് നൽകുക. ഈ പേര് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ആ പേര് കൊടുക്കാം. അതിലേക്ക് നിങ്ങൾക്ക് സ്വയം നല്ല പേര്, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് നൽകാം കേട്ടോ പൂച്ചയ്ക്ക്. ഇനി അന്യ ബില്ലിയോं के साथ खेलता था. എന്താണ് ഇവിടെ? അന്യ ബില്ലിയോं के साथ खेलता था. മറ്റു പൂച്ചകളോടൊപ്പം കളിക്കുമായിരുന്നു. എന്താണ്? അന്യ ബില്ലിയോं के साथ खेलता था. മറ്റു പൂച്ചകളോടൊപ്പം കളിക്കുമായിരുന്നു. ഇനി അടുത്തത് നോക്കാം. അങ്ങനെ ഇരിക്കെ എന്താ സംഭവിച്ചത്? പൂച്ചേനെ കാണാനില്ല, തിരയാണ് അല്ലേ? അവിടെ പൂച്ചയെ കാണാനില്ലാഞ്ഞിട്ട് കുട്ടി ഇവിടെയൊക്കെ തിരയാണ്, കട്ടിന്റെ അടിയിലൊക്കെ തിരഞ്ഞു നോക്കുക. ഏക് ദിൻ ഉസ്കോ നഹീം ദേഖ. ഒരു ദിവസം അതിനെ കാണാനില്ല. ഏക് ദിൻ ഉസ്കോ നഹീം ദേഖ. ഏക് ദിൻ ഉസ്കോ നഹീം ദേഖ. ഒരു ദിവസം അതിനെ കാണാനില്ല. ഏക് ദിൻ ഉസ്കോ നഹീം ദേഖ. ഒരു ദിവസം അതിനെ കാണാനില്ല. ഇനി എന്താണ് അടുത്തത്? एक दिन उसको नहीं देखा. वह नदी के पास भी नहीं था. ആ നദിയിൽ പോയി നോക്കിയില്ലേ? നദീന്റെ അടുത്തുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് അവിടെ പോയി നോക്കി. വഹ് നദി കെ പാസ് ബി നഹീ താ. അത് നദീന്റെ അടുത്തും ഇല്ല. നദീന്റെ അടുത്ത് പോയി നോക്കിയപ്പോ എന്താണ്? പൂച്ചേനെ കാണാല്ലേ? കുട്ടി തെരഞ്ഞു നടക്കാണ്. നദീന്റെ അടുത്ത് പോയി നോക്കി, കട്ടിന്റെ അടിയിൽ നോക്കി, എവിടെയും ഇല്ല അല്ലേ? വഹ് നദി കെ പാസ് ബി നഹീ താ. അത് നദീന്റെ അടുത്തും ഉണ്ടായിരുന്നില്ല. വഹ് നദി കെ പാസ് ബി നഹീ താ. അത് നദീന്റെ അടുത്തും ഇല്ല. നദിക്കരികിലും അവിടെയൊന്നും ആരില്ല? ഈ പൂച്ചയില്ല. വഹ് നദി കെ പാസ് നഹീം താ. ഇനി എവിടെയാണുള്ളത്? പൂച്ച പിന്നെ എവിടെയാണുള്ളത്? വഹ് അന്യ ബില്ലിയോं के साथ थी. അത് വേറെ പൂച്ചകളുടെ കൂടെ ആയിരുന്നു. കണ്ടാ? വേറെ പൂച്ചകളുടെ കൂടെ ബഗീച്ചയിൽ നിന്ന് കളിക്കുകയാണ് അല്ലേ? ബഗീച്ചെ, തോട്ടാണിത്. പൂന്തോട്ടം, ബഗീച്ചെ. ഇവിടെ പൂക്കളൊന്നും കാണാനില്ല, പക്ഷെ നമുക്കതിനെ തോട്ടം എന്ന് പറയാം അല്ലെ? ബഗീച്ചെ എന്ന് പറയാം. വഹ് അന്യ ബില്ലിയോं के साथ थी. അതെന്താണ്? വഹ് അന്യ ബില്ലിയോं के साथ थी. അത് മറ്റു പൂച്ചകളുടെ കൂടെ ആയിരുന്നു. അത് വേറെ പൂച്ചകളുടെ കൂടെ. കണ്ടാ? വഹ് അന്യ ബില്ലിയോं के साथ थी. ലാസ്റ്റ് എന്താണ്? പൂച്ചേനെ കിട്ടിയില്ലേ? അന്ത്മേം വഹ് മിൽ ഗയി. അവസാനം അതിനെ കിട്ടി. അന്ത്മേം വഹ് മിൽ ഗയി. അവസാനം എന്താണ്? അന്ത്മേം വഹ് മിൽ ഗയി. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ നിങ്ങൾക്ക് ഈ പാഠത്തിലുള്ള ആക്ടിവിറ്റി വരുന്നത്. എല്ലാ ആക്ടിവിറ്റിയും നമ്മൾ നോക്കി. ഇനി നമുക്ക് അടുത്ത തന്നെ പാനി എന്നൊരു കഹാനിയല്ല എന്ന ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പാനി എന്നൊരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മളിപ്പോ നല്ലൊരു കഹാനി പഠിച്ചു. വളരെ മനോഹരമായ ചൂസെ, അതായത് ജലമുർഗീന്റെ ചൂസയുണ്ട്, ജലമുർഗി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലുള്ള വർക്കാണ് നമ്മൾ ചെയ്തത്. എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഫസ്റ്റ് ഇതാണ്. സെക്കൻഡ് വരുന്നത് ഇതാ. സെക്കൻഡ്, തേർഡ്, പിന്നെ അടുത്ത് വരുന്നത്, അതിൻ്റെ അടുത്ത് ഇതാണ് വരുന്നത്. പിന്നെ വരുന്ന സെന്റൻസ് ഇതാണ്. പിന്നെ വരുന്ന സെന്റൻസ് ആണിത്. പൂച്ചേനെ കാണാനില്ലാത്തതാണ്. നദീന്റെ അടുത്ത് നോക്കുന്നത്, മറ്റു പൂച്ചകളോടൊപ്പം കളിക്കുന്നത്, അവസാനം എന്താണ്? പൂച്ചയെ ലഭിക്കുന്നത്. ഇത്രയാണ് നമ്മൾക്ക് ഇതിലുള്ള സെന്റൻസ്. എല്ലാവരും നന്നായിട്ട് നോക്കി, വായിച്ചു നോക്കി, കൃത്യമായിട്ട് എഴുതിയെടുക്കുക. അക്ഷരങ്ങളൊന്നും തെറ്റിക്കാതെ എഴുതിയെടുക്കുക. ഓക്കെ, എല്ലാവരും നന്നായിട്ട് വായിക്കാൻ ഇപ്പോൾ ഏകദേശം നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ട്
അപ്പൊ ഈ 5ാമത്തെ ക്ലാസ് നിങ്ങൾക്ക്, അതായത് നിങ്ങൾ ഈ വർഷം ഇവിടെ കഴിയാനായില്ലേ, അവസാനിക്കാനായി. ഇനി നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിലേക്ക് 6ാം ക്ലാസ്സിലേക്ക് പോവാനുള്ള ഒരുക്കത്തിലായി. ഇനി കുറച്ച് മാസങ്ങളൂടെ കഴിഞ്ഞാൽ നിങ്ങൾ 6ാം ക്ലാസ്സിലേക്കുള്ള കുട്ടികളാണ്, 6ാം ക്ലാസ്സിൽ എത്തൂലേ. അപ്പൊ ഇനി വായിക്കാൻ ഇത് നന്നായിട്ട്, ഏകദേശം നന്നായിട്ട് വായിക്കാൻ അറിയുന്നവരൊക്കെ എനിക്കൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. എല്ലാവരും കമന്റ് ഇടുക, എന്നിട്ട് വായിക്കാൻ അറിയുന്നവരൊക്കെ വായിക്കാൻ അറിയാമെന്ന് കമന്റ് ഇടണേ.